ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം വിഷു സംക്രമവും ഈ വിഷുവർഷം മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയവുമാകുന്നു. മീനശനി ഇടവവ്യാഴം കൊല്ലവർഷം 1200 മേടമാസം 1-ാം തീയതി, അതായത് 2025 ഏപ്രിൽ മാസം 14-ാം തീയതി പുലർച്ചെ 3:13 മേടരവി സംക്രമം വിഷുദിനമായി ലോകമെങ്ങും ആചരിക്കാൻ പോകുന്നത്. എല്ലാ വർഷവും വിഷു വരും, തിരുവോണം വരും, ഒക്കെ വരും. മലയാള വർഷത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ആഘോഷിച്ചു വരുന്ന 3 ഉത്സവങ്ങളാണ് മേടമാസത്തിലെ വിഷുവും, ചിങ്ങമാസത്തിലെ തിരുവോണവും, ധനുമാസത്തിലെ തിരുവാതിരയും. വളരെയധികം പ്രാധാന്യങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇവിടെ മേടത്തിൽ രവി സംക്രമിക്കുന്ന ഈ മാസം വസന്ത ഋതുവാകുന്നു. സൂര്യൻ മേടത്തിലേക്ക് സംക്രമിക്കുന്നത് ചോതി നക്ഷത്രം 2-ാം പാദത്തിലും പ്രതിപദം കറുത്തപക്ഷത്തിലെ പ്രഥമ തിഥിയിലും പന്നി കരണത്തിലും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ സമയമാണ്. തുലാൻ രാശിയിലാണ് ചോതി നക്ഷത്രം, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, തുലാൻ രാശിയാണ്. തുലാൻ രാശിയിലാണ് മേഷരവി സംക്രമം. അന്ന് തത്സമയം വരുന്നത് കുംഭ ലഗ്നത്തിലാണ് ഈ മേഷരവി സംക്രമം വരുന്നത്. അതിനാൽ സാമാന്യമായി നമുക്ക് ഫലം പറയേണ്ടിയിരിക്കുന്നു. മേടം മുതൽ 12 രാശിക്കാരുടെയും ഫലം നമുക്ക് ഓരോ രാശിയിലുമായി ചർച്ച ചെയ്യാം. പക്ഷേ ഈ വരുന്ന സമയം കുംഭൻ രാശിയിലാണ്. അതിനാൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു സമയത്താണ് മേടരവി സംക്രമം. ഇന്ന് കുംഭൻ ലഗ്നത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല. 2-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, രാഹു, ശനി, 4-ൽ വ്യാഴം, 6-ാം ഭാവത്തിൽ ചൊവ്വ, അഷ്ടമത്തിൽ കേതു, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. സൗഭാഗ്യാത്മജ മിത്രബന്ധു ധനവാഗ് ധർമ്മസ്ഥിതേ ശീതകവും. 9-ാം ഭാവത്തിൽ പൗർണമി കഴിഞ്ഞ് പിറ്റേന്നാൾ ഉള്ള ചന്ദ്രനാണ്. ചന്ദ്രൻ ബലവാനാണ്. അതിനാൽ സൗഭാഗ്യങ്ങളും സന്താനശ്രേയസ്സും സുഹൃത്തുക്കളും ഒക്കെ ഭജിക്കും, പ്രാപിക്കുമെന്ന നല്ലൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുംഭം രാശി ആത്മീയമായ വിഷയത്തിൽ വളരെയധികം ഫലങ്ങൾ നൽകുന്നൊരു രാശിയാണ്. ഇവിടെ 4-ൽ വ്യാഴമാണ്. സുഖി. ഈ കുംഭൻ രാശിക്കാർക്ക് ഈ വർഷം വിഷു വർഷം ഈ കുംഭം ലഗ്നം ജനറലായി വന്നതുകൊണ്ട് ആത്മീയമായ സുഖങ്ങളിൽ വളരെയധികം അറിവ് ലഭിക്കുവാനും യാത്ര ചെയ്യുവാനുമുള്ള ഒരു സൗഭാഗ്യം പ്രദാനം ചെയ്യും. ഗൃഹം, ഗൃഹനിർമ്മാണങ്ങൾ, ഭൂമി വാങ്ങൽ, ഇതൊക്കെ തന്നെ ഈ വിഷുവർഷത്തിൽ നടക്കും. വിവാഹ വിഷയം വളരെ നന്നായിട്ട് നടക്കും. ഇവിടെ കുംഭലഗ്നത്തിൻ്റെ 7-ാം ഭാവാധിപത്യമുള്ള ഗ്രഹം ആരാകുന്നു? സൂര്യനാകുന്നു. സൂര്യൻ ഉച്ചസ്ഥനാകുന്നു. യാത്ര പുറപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കും. ദാമ്പത്യ ശ്രേയസ് വളരെയധികം അനുകൂലമായിട്ട് വരും. വളരെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് സുവാക്യ, നല്ല വാക്യത്തിലൂടെ, നല്ല വാക്കുകളിലൂടെ സൗഹൃദങ്ങളും ധനപരമായ അഭിവൃദ്ധിയും ഉണ്ടാക്കാൻ ഈ വിഷുവർഷം എല്ലാവരെയും ഉപകരിക്കുന്നതാണ്. ഇത് സാമാന്യ ഫലമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ടുന്നൊരു വിഷയം സന്താന വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം സന്താനപതിയാഗ്രഹം നീചസ്ഥനാണ്, ബുധൻ ദുർബലമാണ്. അഷ്ടമഭാവത്തിൽ കേതുവുണ്ട്, 6-ാം ഭാവത്തിൽ നീചസ്ഥനായി ചൊവ്വയുമുണ്ട്. അതിനാൽ മക്കളുടെ സന്താനങ്ങളുടെ വിഷയത്തിൽ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.
നിത്യവും നാം ശ്രവിക്കുന്ന, കേൾക്കുന്ന, കാണുന്ന വാർത്തകൾ അങ്ങേയറ്റം ഭീതിതങ്ങളാണ്, ഭീതി ജനിപ്പിക്കുന്നവയാണ്. അതിനാൽ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിലും സ്വഭാവ സംസ്കാരത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തണം രക്ഷിതാക്കൾ. മക്കളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന ഒരു വലിയ ഫലം അന്തർലീനമായി ഈ കുംഭം ലഗ്നം വന്നതിലുണ്ടാകുന്നു. സന്താനപതി നീചസ്ഥനാണ്. അതിൻ്റെ യോഗങ്ങളൊന്നും തന്നെ നല്ലതിനല്ല. അതിനാൽ മക്കളുടെ വ്യക്തിത്വ വികാസത്തിന് പ്രാധാന്യം കൊടുക്കണം. മക്കൾ നമുക്ക് അടങ്ങാത്ത മക്കളാണെങ്കിൽ അവരെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കങ്ങൾ അവരിൽ നിന്നും ഒഴിവാക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ തേടണം. നല്ല ഹീലേഴ്സിനെ നിങ്ങൾ സമീപിച്ചിരിക്കണം. അപ്രകാരം തന്നെ മക്കളുടെ അനാവശ്യമായ രാത്രി യാത്രകൾ, സൗഹൃദങ്ങൾ, ഡ്രഗ്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ പ്രിയമുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്നു. ഈ ഒരു വിഷു സംക്രമ ഫലത്തിൽ വരുന്ന കുംഭം ലഗ്നമായി വന്നതിനാൽ മറ്റെല്ലാ വിഷയങ്ങളിലും വളരെ അനുകൂലമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം, സഹോദര ഗുണം വളരെ കുറയുന്നു. കർമ്മമേഖലയിൽ വളരെ ശ്രദ്ധാപൂർവം മാത്രം നീങ്ങുക, അല്ലെങ്കിൽ കർമ്മമേഖലയിൽ അശാന്തത കൈവരുന്ന ഒരു സമയം ഈ രാശിയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നാം ചിന്തിച്ച കുംഭം ലഗ്നത്തിന് ബാധാസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത്. അതിനാൽ കർമ്മമേഖലയിൽ അശാന്തത, കർമ്മം നഷ്ടപ്പെടുക, ജോലി നഷ്ടപ്പെടുക, ജോലി വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സാമാന്യ ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ വിഷുവിൻ്റെ പ്രാധാന്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒക്കെ തന്നെ അറിയാം. വിഷു ഒരു കാർഷികോത്സവമാകുന്നു. മലയാളികൾക്ക് ഒരു പുതുവർഷത്തിൻ്റെ ആരംഭമാകുന്നു വിഷു. വിഷുവെ ആധാരമാക്കിക്കൊണ്ടാണ് നാം എല്ലാവരുടെയും ശുഭാശുഭ ഫലങ്ങൾ ആയിരക്കണക്കിന് ജ്യോതിഷികൾ യൂട്യൂബിലൂടെയും അല്ലാതെയും മാസികകളിലൂടെയും വാരികകളിലൂടെയും പ്രവചിച്ച് വരുന്നത്. വിഷുവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ വിഷുക്കാലത്തുണ്ടാകുന്ന ഫലങ്ങളെല്ലാം തന്നെ ഒരു വർഷത്തേക്ക് അനുകൂലമായോ പ്രതികൂലമായോ വരുമെന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതിനാൽ സസൂക്ഷ്മം നമുക്ക് ഓരോ രാശിക്കാരുടെയും ഈ വിഷു ഫലത്തെ ചിന്തിക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വർഷത്തെ വിഷുഫല പ്രവചനത്തിലേക്ക് സ്വാഗതം. പ്രിയമുള്ള പ്രേക്ഷകരെ, ഇനി നാം ചർച്ച ചെയ്യുന്നു വൃശ്ചികൻ രാശിക്കാരുടെ വിഷുവർഷവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശുഭാശുഭ ഫലങ്ങൾ. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികം രാശി. ഇന്ന് വൃശ്ചികൻ രാശിക്കാരുടെ ഗ്രഹങ്ങളുടെ സഞ്ചാരവും കൂടി നാം മനസ്സിലാക്കണം. 5ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, ശനി, രാഹു. 6ൽ ഉച്ചസ്ഥനായി സൂര്യൻ. 7ാം ഭാവത്തിൽ വ്യാഴം. 9ാം ഭാവത്തിൽ ചൊവ്വ. 11ാം ഭാവത്തിൽ കേതു. 12ാം ഭാവത്തിൽ ചന്ദ്രൻ. ഇന്ന് വൃശ്ചികൻ രാശിക്കാർ ഈ വിഷു ഫലം ഒരു വാർഷികമായ ഫലമാണ്. നല്ല ദൈവാധീനം വൃശ്ചികൻ രാശിക്കാർക്കുള്ള വിഷു വർഷമാണ്, വിഷുഫലമാണ് മുന്നിലുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനം കർമാധിപനായ ഗ്രഹം, കരിയർ, അവസരങ്ങൾ തരുന്ന ജോലി ആയിട്ട് ബന്ധപ്പെടുന്ന ഗ്രഹം സൂര്യൻ ഉച്ചസ്ഥനാണ് മേടൻ രാശിയിൽ. കർമാധിപൻ ഉച്ചസ്ഥനാൽ അത് രാജയോഗമാണ്. കർമാധിപേ സ്വച്ഛഗതേ രാജമന്ത്രി ഭവേന്നരഹ, രാജാവിൻ്റെ മന്ത്രിയാകുമെന്നാണ്. അതിനാൽ മിനിസ്റ്റർഷിപ്പ് അല്ലെങ്കിൽ വലിയ കൺസൾട്ടൻസ്, വലിയ വലിയ കമ്പനികളുടെ ഉപദേഷ്ടാവായി തിരഞ്ഞെടുക്കപ്പെടുക, തനിക്ക് അവസരങ്ങൾ ധാരാളം ലഭിക്കുക എന്നൊരു മഹത്തായ ഭാഗ്യം വൃശ്ചികൻ രാശിക്കാരുടെ മുന്നിലുണ്ട്. വൃശ്ചികൻ രാശിക്കാർ ഇപ്പോൾ ഇറങ്ങണം. കാരണം മെയ് 15 വരെ ഇപ്പോഴും വ്യാഴം 7ാം ഭാവത്തിലാണ്. കണ്ടകശനി കഴിഞ്ഞു. ശനി വളരെ ശക്തമായി വ്യാഴക്ഷേത്രത്തിലേക്ക് 5ാം ഭാവത്തിലേക്ക് വന്നു. ശുക്രൻ 5ാം ഭാവത്തിലാണ്. 7ാം ഭാവത്തിൽ വ്യാഴം രാജയോഗത്തെ പ്രദാനം ചെയ്യുന്നു. നിർബന്ധമായും വിവാഹ തീരുമാനങ്ങൾ എടുക്കണം. വിവാഹ തീരുമാനങ്ങൾക്ക് തയ്യാറായി നിൽക്കുക. വരനായാലും വധുവായാലും യുവതി യുവാക്കൾ തയ്യാറാവുക. വളരെ ആസന്നഭാവിൽ തന്നെ വിവാഹ വിഷയങ്ങളൊക്കെ ആകാം. ഇന്ന് വ്യാഴം 7ൽ വരുമ്പോൾ സൗമ്യ വിവാഹ ഘടന, നഷ്ടാർത്ഥ ലാഭ, സുദൃങ് ഭോഗാവാപ്തി, വിദേശയാത സുഹൃത്ത് ആയാനാധികം സ്യാത് ഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത് 7ൽ ശുഭഗ്രഹം നിൽക്കുമ്പോൾ. അതിനാൽ വിവാഹ തീരുമാനങ്ങളാകാം, പുതിയ യാത്രകളാകാം, പുത്തൻ യാത്ര വിദേശത്തേക്കാകാം. കാരണം വൃശ്ചിക രാശിക്കാർക്ക് ആസന്ന ഭാവിയിൽ തന്നെ തങ്ങളുടെ
പാരമ്പര്യം പൈതൃകമായ വസ്തുവകകളോ അല്ലെങ്കിൽ തങ്ങളുടെ മാതാപിതാക്കളെ വിട്ടുകൊണ്ട് ദൂരത്തേക്ക് സഞ്ചരിക്കേണ്ട യോഗമുണ്ട്. ഇവിടെ 9ാം ഭാവം പിതാവ് എവിടെ നിൽക്കുന്നു? 12ാം ഭാവത്തിൽ നിൽക്കുന്നു. സ്വതവേ വൃശ്ചികരാശിയുടെ സ്വഭാവം തന്നെ നിങ്ങൾ അറിയുക. ജനക ഗുരുവിയുക്ത, തൻ്റെ ഗുരുവിനെയും ജനങ്ങളെയും വിട്ടു നിൽക്കുമെന്നാണ്. അതിനാൽ പിതാവുമായി ബന്ധപ്പെടുന്ന എന്തുണ്ടാകാം? ആ സെപ്പറേഷൻ, അകൽച്ചയുണ്ടാകും. അതിനാൽ ജോലി സംബന്ധമായോ മറ്റേത് വിഷയത്തിലായാലോ അങ്ങനെയൊരു സാധ്യത കൂടുതൽ കാണുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അച്ഛൻ്റെയും ഗുരുവിൻ്റെയും ശാപം വാങ്ങി വെക്കരുത് വൃശ്ചികൻ രാശിക്കാർ. 9ാം ഭാവത്തിൽ ചൊവ്വയാണ്. ധർമ്മേ ഭവാൻ, അനാവശ്യമായ ഒരു പാപരതി, പാപവാസന വൃശ്ചികൻ രാശിക്കാർക്ക് വരും. സ്വതവേ വൃശ്ചികൻ രാശി വിഷരാശിയാണ്, മധ്യരാശിയാണ്, കലങ്കരാശിയാണ്. സ്വതവേ ഒരു ദിവസത്തിൽ എത്ര പ്രവർത്തിച്ചാലും 23 മണിക്കൂർ 59 നിമിഷം വർക്ക് ചെയ്താൽ അവസാനത്തെ ഒരു നിമിഷം ഒരു തലവേദന ഉണ്ടാക്കും. അങ്ങനെയുള്ളൊരു രാശിയാണ് വൃശ്ചിക രാശി. അത് പ്രച്ഛന്ന പാപരാശിയാണ്. പലപ്പോഴും താൻ എന്നും എല്ലാം തന്നെ തുറന്നു പറയില്ല. തന്നിൽ ആയിരിക്കും തൻ്റെ സ്വകാര്യതകളും തൻ്റെ മോഹങ്ങളും ഒക്കെ തന്നെ. ഇവിടെ 9ൽ നിൽക്കുന്ന ചൊവ്വ പലപ്പോഴും പിതാവുമായി വിവാദങ്ങൾ ഉണ്ടാകാം. ഭൂമി വിവാദങ്ങൾ വരും. ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾ സഹോദരങ്ങളുമായിട്ട് വരും. കാരണം 9ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ നീചസ്ഥനായി നിന്നിട്ട് 3ാം ഭാവത്തിലേക്ക് നോക്കുന്നു. 3ാം ഭാവം സഹോദരഭാവമാണ്. ഭൂമി വിവാദങ്ങൾ, ഭൂമി സംബന്ധമായ തർക്കങ്ങളൊക്കെ വരും. അതിനാൽ അച്ഛനും തൻ്റെ സഹോദരങ്ങളുമൊക്കെ അനാവശ്യമായി ശത്രുസ്ഥാനത്തേക്ക് വലിച്ചിഴക്കപ്പെടും. ജൂൺ 6 വരെ ശ്രദ്ധിക്കുക. മറ്റെല്ലാ കാര്യങ്ങൾക്കും ഇന്ന് വൃശ്ചിക രാശിക്കാർക്ക് നല്ലതാണ്. നല്ല യാത്ര പ്ലാൻ ചെയ്യൂ. നല്ലൊരു ജോലി തരപ്പെടുത്താൻ നോക്കൂ. തൻ്റെ മേലധികാരികളിൽ നിന്ന് തനിക്ക് ബ്ലെസ്സിങ്സ്, അനുഗ്രഹം ലഭിക്കും. തൻ്റെ കാര്യങ്ങൾക്കൊക്കെ സുതാര്യത കൈവരുത്തി മുന്നോട്ട് നീങ്ങണം വൃശ്ചികൻ രാശിക്കാർ. പഠിതാക്കൾക്ക് ഏറ്റവും നല്ല സമയമാണ്. അവർക്ക് ഹയർ സ്റ്റഡീസ്, ഉപരിപഠനം, മെഡിസിനൽ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ വിദേശത്തേക്ക് അച്ഛനെ വിട്ട് തൻ്റെ അച്ഛനെയും അമ്മയെയും വിട്ടുകൊണ്ട് ദൂരത്തേക്ക് മെഡിസിന് പോകുന്ന, മറ്റ് MBAക്ക് പോകുന്ന, BBAക്ക് പോകുന്ന, മെക്കാനിക്കൽ എഞ്ചിനീയറാകാൻ പോകുന്ന ഇവർക്കൊക്കെ തന്നെ അനുകൂലമായ സമയമാണ്. അതിനുവേണ്ട ലോണിന് ശ്രമിക്കണം. ലോണ് കിട്ടും. തൽക്കാലം വീട് വിട്ട് ദൂരത്തേക്ക് പഠന വിഷയത്തേക്ക് പോകാം. തങ്ങളുടെ കാര്യം നോക്കാൻ സ്വതവേ വൃശ്ചികൻ രാശിക്കാർ വളരെ പ്രാപ്തരാണ്. അവർ സെൽഫ് മെയ്ഡാണ്. പിന്നെ എവിടെ പോയാലും അവർക്ക് ഒരു കസേര കിട്ടും. നരപതി കുലപൂജ്യ, തന്നെ രാജകുലം പൂജിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ഈ വൃശ്ചികൻ രാശിയുടെ ആധിപത്യമുള്ള 3 ഗ്രഹങ്ങളും വളരെ ശക്തരാണ്. വിശാഖം, തൃക്കേട്ട, അപ്രകാരം തന്നെ അനീഴം, 3 നക്ഷത്രങ്ങൾ വളരെ ശക്തരാണ്. നമ്മുടെ ചലച്ചിത്ര, വ്യവസായ, സിനിമാ മേഖല, രാഷ്ട്രീയ മേഖലയിലെല്ലാം തന്നെ അതിശക്തമായ സാന്നിധ്യം വൃശ്ചികൻ രാശിക്കാർക്ക് നമുക്ക് കാണാൻ കഴിയും. അവർ സെൽഫ് മെയ്ഡാണ്. ആരുടെ മുന്നിലും പതറില്ല. പലപ്പോഴും ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ദേവതകളും അതിശക്തരാണ്. അങ്ങനെ ധാരാളം പ്രത്യേകതകൾ ഈ വൃശ്ചികൻ രാശിക്കാർക്കുണ്ട്. പിന്നെ എപ്പോഴും കുടുംബം നോക്കിയാലും വീട് നോക്കിയാലും വൃശ്ചികത്തിൻ്റെ എംബ്ലം, ചിഹ്നം തേളാണ്. പലപ്പോഴും വൃശ്ചികൻ രാശിക്കാർ കുടുംബജീവിതത്തിൽ ചതിക്കപ്പെടും. ഭാര്യയും മക്കളുമൊക്കെ എല്ലാം കവർന്നെടുക്കും. എന്നിട്ട് തേളിനെ പോലെ തൊണ്ടാക്കി വിടും വൃശ്ചികൻ രാശിക്കാർ. അതിനാൽ വൃശ്ചികൻ രാശിക്കാർ ചെറുപ്പക്കാരായാലും പ്രായമുള്ളവരായാലും വളരെ കരുതണം. തങ്ങളുടെ സമ്പത്ത്, തനിക്ക് സ്വന്തം ഭൂമി, ഇതൊക്കെ അവർ കണക്കാക്കി വെക്കണം. ഇല്ലെങ്കിൽ ചതിക്കപ്പെടും. അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. ഈ സത്യം മനസ്സിലാക്കണം വൃശ്ചികൻ രാശിക്കാർ. ഈ വിഷുവർഷത്തിലെങ്കിലും ഓരോ നീക്കങ്ങളും അനുകൂലമായി വരട്ടെ വൃശ്ചികൻ രാശിക്കാർക്ക്. ശ്രദ്ധിക്കേണ്ടുന്ന 2 വിഷയം. ആപദ്ഘട്ടങ്ങളിലേക്കുള്ള ഒരു തീരുമാനവും ജൂൺ 6 വരെ എടുക്കരുത്. അനാവശ്യമായി പ്രകോപിതരാകരുത്. ആയുധങ്ങൾ കയ്യിലേന്തരുത്. കൈവിട്ട വാക്കും വായ്വിട്ട ആയുധവും വൃശ്ചികൻ രാശിക്കാർ ശ്രദ്ധിക്കണം. വാക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത്. ആയുധങ്ങൾ പ്രയോഗിക്കരുത്. പ്രകോപനം വേണ്ട. തൻ്റെ പിതാവിനോടായാലും തൻ്റെ സഹോദരങ്ങളോടായാലും സഹായികളോടായാലും നയപരമായ തീരുമാനങ്ങൾ മാത്രം എടുത്ത് മുന്നോട്ട് പോവുക. അവിടെയാണ് ലക്ഷ്മിത്വം. അവിടെയാണ് നമ്മൾ ജയിക്കുക. ക്ഷമാ ജയതി ന ക്രോധ. ക്ഷമ മാത്രമേ ജയിക്കുകയുള്ളൂ. ക്രോധം ജയിക്കുകയില്ല. ഈ ലോകത്തിൻ്റെ പ്രകൃതിയുടെ തത്വം മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണം. കാരണം വിഷുവിൻ്റെ തുടക്കം ഗംഭീരമാണ്. അവിടെയും പലപ്പോഴും ഞാൻ പറഞ്ഞു കലിയുണ്ടാക്കും വൃശ്ചികൻ രാശി. അപ്പുറത്ത് വ്യാഴം മെയ് 15 അഷ്ടമത്തിലേക്ക് പോവുകയാണ്. വീട് വിട്ട് ഓടേണ്ടി വരും. സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് കരുതിയിരിക്കുക. ടാക്ട്ഫുള്ളായി നീങ്ങുക.
ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്കും ഒരു ശോഭനമായ വിഷുവർഷത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.